ഇന്ന് ഞാൻ കാണിക്കുന്നത് രാജ്മാവും റൈസുമാണ്. രാജ്മ ചാവൽ പരിയും. ഇത് എല്ലാവർക്കും അറിയാം. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു നല്ലൊരു പോപ്പുലർ ഡിഷാണ്. അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇത് മോസ്റ്റ് ഓഫ് എസ് ഇത് നല്ലൊരു ഫേവറേറ്റ് ഫുഡുമാണ് എന്റെയും. ഞാനൊരു വൺസ് ഓർ ട്വൈസ് ഇൻ എ മന്ത് ഞാൻ ഇത് എന്തായാലും ഉണ്ടാക്കും, സാറ്റർഡേ ആൻഡ് സൺഡേ. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ബിക്കോസ് രാജ്മാന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് പാക്ഡ് വിത്ത് പ്രോട്ടീൻസ് ആൻഡ് ന്യൂട്രിയൻസ്. സോ കുറച്ച് റൈസും പിന്നെ രാജ്മാവും കഴിച്ചാൽ മതി, നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. സോ ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. സോ ആദ്യം രാജ്മ 1 കപ്പ് 1 നൈറ്റ് അത് കുതിർത്തി വെച്ചിട്ട് അത് ബോയിൽ ചെയ്ത് വെച്ചു. സോ അത് ബോയിൽ ചെയ്തപ്പോൾ ആ വാട്ടർ യൂസ് ചെയ്തിട്ട് ഞാനൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കി. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ജീരകം പൊടി, ഗരം മസാല പൊടി, കുറച്ച് ഉപ്പും ഇട്ട് ഒരു മസാല പേസ്റ്റ് ഇട്ടു. പിന്നെ ചീഞ്ചട്ടി എടുക്കുക, എണ്ണ ഒക്കെ ഇട്ടിട്ട് താളിക്കേണ്ട ഐറ്റംസും പിന്നെ ഗരം മസാല, ഹോൾ സ്പൈസസ് ഇട്ടിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് ഇടുക. പിന്നെ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വതക്കിയിട്ട് ഈ ഒരു മസാല പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത ശേഷം ടൊമാറ്റോ പ്യൂരി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്യുക. പിന്നെ കുറച്ച് വേവിച്ച കുറച്ച് രാജ്മ ഒന്ന് കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ രാജ്മാവും ഇടുക. പിന്നെ ആ ഒരു രാജ്മ അരച്ച ഒരു കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്ത രാജ്മ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്യണം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നന്നായിട്ട് അതൊരു മിക്സ് ചെയ്യുക. സോ ഇത് വന്നിട്ട് നമ്മൾ സാറ്റർഡേ ഓർ സൺഡേ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നെങ്കിൽ ഈ രാജ്മ കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ നൈറ്റ് ചപ്പാത്തിനും ഇതെടുക്കുക. അല്ലെങ്കിൽ റൈസും കുറച്ച് കഴിച്ചാൽ നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. പിന്നെ അവസാനം കുറച്ച് കൊത്തമല്ലി ഇടാം. സോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണിത്. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ ഒരു ദിവസം. പിന്നെ റൈസിന് ഞാൻ ബാസ്മതി റൈസ് എടുക്കുക. 1 കപ്പ് ഓൾറെഡി ഞാൻ ഒരു ഹാഫ് ആൻ അവർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. പിന്നെ ഞാൻ ഇവിടെ ബോയിലിംഗ് മെത്തേഡിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കാന് ഒരു കുടത്തിൽ ഞാൻ ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത ശേഷം ബാസ്മതി റൈസ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുക. ഇതൊന്ന് ബോയിൽ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഹാഫ് കുക്കാവേ വേണ്ടു. പിന്നെ അത് അടച്ചിട്ട് ഓഫ് ചെയ്തിട്ട് അത് ഒരു ഹാഫ് ആൻ അവർ ടു 1 അവർ അത് ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ അപ്പൊ നന്നായിട്ട് അത് വെന്ത് സെപ്പറേറ്റ് ആയിട്ട് റൈസ് നിൽക്കും. പിന്നെ നമുക്കത് ചോറാണ്ട് വാർക്കാം. സോ ഇങ്ങനെയാണ് ഞാൻ ബാസ്മതി റൈസ് ഉണ്ടാക്കുക. വേണമെങ്കിൽ കുക്കറിലൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അത് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. പിന്നെ അവസാനം നെയ്യില് ജീരകം ഇട്ടിട്ട് അത് താളിച്ച് ഇതിലിടാം. സോ ഇങ്ങനെയാണ് ഞാൻ ബാസ്മതി റൈസും ഉണ്ടാക്കാം വിത്ത് രാജ്മ അല്ലെങ്കിൽ ചനവും കൂട്ടിയിട്ട് കഴിക്കാം. സോ ഈ നെയ്യും ഈ ജീരകവും അതിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. സോ നല്ലൊരു ടേസ്റ്റി മീലാണ്. ഞാൻ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഉച്ചയ്ക്ക് നമ്മൾ ഈ കൂട്ടാൻ ഉണ്ടാക്കിയ നൈറ്റ് ചപ്പാത്തി അല്ലെങ്കിൽ പറാട്ടാനും നമുക്ക് കഴിക്കാം. സോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഈ വീഡിയോയിൽ കാണുന്ന പ്രൊഡക്ട്സ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്.